പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഇന്നതൊരു സ്ഥിരം കാഴ്ചയാണ്. ആരോഗ്യമന്ത്രിയുടെ മണ്ഡലമാണ്, മറ്റെന്ത് പറയാനാണ്, ഗതികേടെന്ന് മാത്രമേ പറയാനുള്ളൂ. പേഷ്യൻ്റാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ട്രോളി പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുക. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഈ ലിഫ്റ്റ് ഇങ്ങനെ പണിമുടക്കിയിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. ഈ ലിഫ്റ്റിന് സമീപത്ത് തന്നെ ഇത്തരത്തിലൊരു വെള്ള പേപ്പറിൽ ലിഫ്റ്റ് പ്രവർത്തനരഹിതം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് തന്നെ ഒരാഴ്ച പിന്നിടുകയാണ്. എന്നാൽ ഈ ലിഫ്റ്റ് എന്താണെന്ന് ഇതൊന്നും തുറന്നു കൊടുക്കാൻ, രോഗികൾക്ക് ഉപയോഗപ്രദമായി ഇതൊന്നും തുറന്നു കൊടുക്കാൻ ഇതുവരെ ഇതിൻ്റെ ജീവനക്കാർക്കോ അധികൃതർക്കോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. 3 ദിവസമായിട്ട് അച്ഛനെ കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇതുവരെയായിട്ടും ഞങ്ങളന്ന് രാത്രി 12 മണിയാണ് അച്ഛനെ കൊണ്ട് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് ചുമന്ന് കയറുകയാണ്. ഞങ്ങൾ ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് ഈ ലിഫ്റ്റില്ലാത്തത്. എന്തായാലും ആശുപത്രി ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ഏകദേശം 25 വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു ലിഫ്റ്റാണ്. അതിൻ്റെ സ്പെയർ പാർട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് കാലതാമസമുണ്ട്. അതുകൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത് എന്നുള്ളൊരു വാദമാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ലിഫ്റ്റിൻ്റെ ഓപ്പറേറ്റർമാരൊക്കെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഓണക്കാലത്തിൻ്റെ അവധിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെയും ഈ ലിഫ്റ്റിൻ്റെ ഓപ്പറേറ്റർമാരെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ പണി ഇങ്ങനെ നീണ്ടുപോയത് എന്നൊരു വാദമാണ് അവർ പറയുന്നത്. എന്തായാലും ആശുപത്രിയിലെത്തുന്ന രോഗികളെ സംബന്ധിച്ച് ഇത് ദുരിതമായി ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇതിന് 2ാമത്തെ നിലയിലെന്ന് പറയുന്നത് ലേബർ റൂമാണ്, 3ാമത്തെ നിലയിലെന്ന് പറയുന്നത് സർജറിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴും രോഗികളെയൊക്കെ മുകളിലേക്ക് കയറ്റുന്നതും അതുപോലെ തന്നെ താഴേക്ക് ഇറക്കുന്നതുമൊക്കെ തന്നെ സ്ട്രെച്ചറിൽ കെട്ടിയൊക്കെയാണ് താഴോട്ട് ഇറക്കുന്നത്. അത് രോഗികളെ സംബന്ധിച്ച് ഇപ്പോഴും ഈ ഒരാഴ്ച പിന്നിടുമ്പോഴും ഇപ്പോഴും ഇതൊരു ദുരിതമായി തന്നെ തുടരുകയാണ്. അമ്മയെ കൊണ്ടുവന്നു. അമ്മ ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പം ഇത് സ്ട്രെച്ചർ ഇല്ലാത്തതുകൊണ്ട് കൈ കോർത്ത് പൊക്കി എടുത്തുകൊണ്ട് പോയി മേളിൽ കൊണ്ടുവരും. മുട്ടും തന്നെ വയ്യ, ഉരുണ്ട് വീഴുവാങ്ങും. ഇത് ഞാനും കൊണ്ട് ഒരു വയ്യാത്ത തന്നി വന്ന് അതിനെ കൊണ്ട് എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ലിഫ്റ്റ് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് ആശുപത്രി ജീവനക്കാർ നമ്മോട് പറയുന്നത്. ഈ 2 ദിവസം എന്ന് പറയുന്നത് അതിന് മുകളിലേക്ക് ഒരു 3-4 ദിവസമെങ്കിൽ കൂടാനുള്ള സാധ്യതയും നിലവിലുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമാണ്. ആ സ്വന്തം മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലെത്തുന്ന രോഗികളാണ് ഇത്തരത്തിൽ ലിഫ്റ്റില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.